ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ARM വ്ളോഗ്സ്. ഇന്ന് ഇത്തിരി ഭക്തിമാർഗമാണ് നമ്മുടെ വ്ളോഗ്. ഭക്തിമാർഗമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ പോവാണ്. അവിടെ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലേക്ക് എനിക്കറിയില്ല എവിടെയൊക്കെ ഈ ഒരു വിശ്വാസം ഉണ്ടെന്നുള്ളത്. പൊതുവെ ഗണപതിക്ക് വിഘ്നേശ്വരനാണ് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നല്ലത് വരുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചെയ്യാറുണ്ട്. അതല്ലാതെ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ മഴയും കാര്യങ്ങളൊക്കെ പെയ്യാതിരിക്കാനും പരിപാടി നല്ല രീതിയിൽ പോകാനും ഒക്കെ ആയിട്ട് കൊട്ടാരക്കര പോകുന്ന ഒരു വിശ്വാസമാണ്. വിശ്വാസമാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം അമ്മയുടെ ചേച്ചിയുടെ വീട് പാല് കാച്ചലിന്റെ സമയത്തും ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു, മഴ പെയ്യില്ല, ചേച്ചി അമ്മ ഇവിടെ കൊട്ടാരക്കര പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. അതുപോലെ ആയിരുന്നു, തലേദിവസം വരെ മഴയായിരുന്നെങ്കിലും അന്നത്തെ ദിവസം നല്ല വെയിലും നല്ലൊരു എന്നുവെച്ചാൽ മഴ പെയ്ത് അലമ്പാക്കാത്തൊരു നല്ലൊരു വെതറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ പോയത് വിഷുവിന്റെ അന്നാണേ. വിഷുവിന്റെ അന്നായത് കൊണ്ട് സ്വാഭാവികമായിട്ടും തിരക്കുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ പോവാതെ വൈകുന്നേരം പോയത്. സംഭവം പക്ഷേ അവിടെ ഉത്സവമായിരുന്നു, നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ വിഷുവിന്റെ ഒരു തിരക്ക് മാത്രം പ്രതീക്ഷിച്ച് ചെന്നപ്പം അവിടെ ഉത്സവം നടക്കുന്നത് അത് എന്താ പറയാ, ഭയങ്കര സർപ്രൈസിങ് ആയിപ്പോയി. കാരണം ഞാൻ ആദ്യമായിട്ട് പോവാ. ഞാൻ ഈ കൊട്ടാരക്കര ഗണപതി അമ്പലം അത്യാവശ്യം ഫേമസ് ആണ്, കേട്ടിട്ടുണ്ട്, എങ്കിലും ഞാൻ പോയിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് പോവാ. അത് ഒന്ന് വിഷുവിന്റെ അന്ന്, പിന്നെ ഈ ഉത്സവം. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പ്രതീക്ഷിക്കാതെ ആ ഒരു നല്ലൊരു സമയത്ത് ചെല്ലാൻ പറ്റിയല്ലോ എന്നുള്ളൊരു ഇത്. ആകെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്കിംഗ് ഭയങ്കര ശോകമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഈ കാണുന്നില്ലേ വഴിനീളെ ഈ പോലീസുകാര് പോട്ടെ 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 എന്ന് പറഞ്ഞ് ഫ്രണ്ടിലേക്ക് അങ്ങ് പറഞ്ഞു വിടുക. അത് നമ്മളങ്ങനെ കറങ്ങി അമ്പലം ചുറ്റി അങ്ങ് പോയിട്ടും അങ്ങ് എത്തിയപ്പോ അവിടെ പറയാ അവിടെ പാർക്കിംഗ് ഇല്ല, അമ്പലത്തിന്റെ അവിടെ തന്നെ 16 സ്ലോട്ട് അവൈലബിൾ ആയിട്ടുണ്ടെന്ന്. പിന്നെ നമ്മൾ കറങ്ങി വന്നപ്പോഴത്തേത് ഈ റോഡ് സൈഡിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ നിന്ന് നടന്നു പോവാന്ന് വിചാരിച്ചു. മേ ബി ദൈവം വിചാരിച്ചു കാണും കുറച്ച് മെനക്കെടട്ടെ, കുറച്ചൊന്ന് കറങ്ങിയൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചു കാണും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വണ്ടി പാർക്ക് ചെയ്ത് നടന്നങ്ങനെ പോവാണ്. ഞാനപ്പോ പറയായിരുന്നു സൺസെറ്റ് നോക്ക്, അതായത് കുളവും സൺസെറ്റും ആ ലൈറ്റിങ്ങും. അപ്പൊ ഞാനിങ്ങനെ പറയായിരുന്നു നല്ല ഒരു വ്യൂ ആണ്, അത് എടുക്ക് അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഉത്സവമല്ലേ, കുറെ കടകളും സ്റ്റോൾസും അടിപൊളി നല്ലൊരു ഈവനിങ്, അല്ലെങ്കിൽ നല്ലൊരു ഇതായിരുന്നു കേട്ടോ. അമ്പലവും നല്ല ക്ലൈമറ്റും, നല്ല ചൂടുണ്ടായിരുന്നു. നല്ല ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ചൂടില്ലായിരുന്നു എന്ന് വിചാരിക്കരുതേ, ഭയങ്കര ചൂടായിരുന്നു. അകത്ത് ക്യൂ നിന്നപ്പോ ഭയങ്കര ചൂടായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് ഭയങ്കര മനസ്സിന് സന്തോഷം കിട്ടുന്ന പോലത്തെ ഒരു ഇതായിരുന്നു, അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മള് പോയി. വിഷുവിന്റെ തിരക്കുണ്ടായിരുന്നു. വിഷുവിന്റെ തിരക്ക് മാത്രം പ്രതീക്ഷ ഞങ്ങൾക്ക് കിട്ടിയത് വിഷുവും ഉത്സവവും എല്ലാത്തിന്റെയും കൂടി തിരക്കായിരുന്നേ. നിറയെ കടകൾ ഇത് കണ്ടോ, ഇത് ഈ മേട തിരുവാതിര മഹോത്സവം, അതായത് 19 തീയതി വരെ എങ്ങാനും ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ആയിരുന്നു, നോട്ടീസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറി. നല്ല അത്യാവശ്യമല്ല, നല്ല തിരക്കുണ്ടായിരുന്നു. അമ്പലത്തിൽ കയറിയപ്പോ ദേന്റെ നിൽക്കുന്നു നമ്മുടെ ആനക്കുട്ടനല്ല, എന്റെ അമ്മ പേര് പറഞ്ഞത് കൊട്ടാരക്കര ഗണേശൻ എന്നാണ്. ആ അമ്പലത്തിലെ ആനയാണെന്നാണ് പറഞ്ഞത്. എനിക്ക് അങ്ങനെ ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ കുറച്ചു നേരം ആനനെയൊക്കെ കണ്ട്. ക്യൂ കണ്ടോ നിങ്ങള്, എന്തോ ഒരു ക്യൂ ആണോ. പിന്നെ ഉത്സവവും വിഷു ഒക്കെ അല്ലേ സ്വാഭാവികമായിട്ടും. അങ്ങനെ നമ്മള് ക്യൂ നിന്നപ്പോ വലിയ കുഴപ്പമില്ലായിരുന്നേ. പക്ഷെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴേ ഭയങ്കര ചൂട് മാത്രമല്ല, ഈ ആൾക്കാരങ്ങ് എല്ലാവരും ദൈവത്തെ കാണാനല്ലേ വരുന്നത്. എല്ലാവർക്കും ഇത്രയും മെനക്കെട്ട് ക്യൂ നിന്നിട്ട് കാണാൻ കിട്ടുന്നത് ഈ 2-3 സെക്കൻഡാണ്. അപ്പൊ അത് തന്നെ അങ്ങനെ ചിന്തിക്കാതെ നമ്മളിങ്ങനെ ഇടിച്ചു മാറ്റി ഫ്രണ്ടിൽ കയറി കാണാൻ, അങ്ങനെ അത് ഞാൻ ആലോചിക്കുക എന്തിനാണ് ഇങ്ങനെ ഇത്ര അടിയൊക്കെ കൂടി. എല്ലാവർക്കും എന്തായാലും 2 സെക്കൻഡാണ് 2 സെക്കൻഡ് നമുക്ക് കാണാൻ കിട്ടും, അതേ എല്ലാവർക്കും കിട്ടാറുള്ളൂ. അപ്പൊ കുറച്ചു പേർക്ക് മാത്രം കൂടുതൽ വേണം എന്നൊക്കെ ചിന്തിച്ച് ഇടിച്ചൊക്കെ പോകുന്നത് ഭയങ്കര മോശം പരിപാടിയല്ലേ. എല്ലാരും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും. അങ്ങനെ എന്തായാലും തൊഴുത് നല്ല 2-3 സെക്കൻഡേ കിട്ടിയുള്ളെങ്കിലും നല്ല സമാധാനത്തോടെ നല്ല നല്ല നിറഞ്ഞ മനസ്സോടെ ഇറങ്ങിയെന്ന് വേണം പറയാൻ. അങ്ങനെ കണ്ടോ, നിറയെ കുറിയൊക്കെ തൊട്ട് ഇറങ്ങി. ഞാൻ അമ്മയോട് പറയുന്നത് അമ്മ വീഡിയോ അല്ല ഫോട്ടോ അല്ല, അമ്മ ഫോട്ടോ ആണെന്ന് ചോദിച്ചു മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അമ്മ ഫോട്ടോ അല്ല വീഡിയോ ആണ്. പിന്നെ അവിടെ ചുറ്റുവിളക്കൊക്കെ വെച്ച് ഞാൻ അതിന്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതുപോലെ നമ്മൾ ഉണ്ണിയപ്പം ആണെങ്കിൽ ഒരു രക്ഷയില്ല. ഉണ്ണിയപ്പം കിട്ടാൻ കുറച്ച് ടൈം എടുത്തു.
പക്ഷെ നല്ല ചൂട് ചൂട് ഉണ്ണിയപ്പം പറയുമ്പോ എപ്പോഴും അതില് വെള്ളം വരും. നല്ല ചൂട് ചൂട് ഉണ്ണിയപ്പം. അങ്ങനെ ക്യൂ നിന്നത് ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുമായിരുന്നേ. എന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ ചേച്ചിയാണെങ്കിൽ തിരക്കില് പോയി പൈസയും കൊടുത്ത് റെസിപ്റ്റ് വാങ്ങാണ്ട് പോയി. പിന്നെ ഇപ്പൊ ഞങ്ങള് റെസിപ്റ്റ് എടുക്കണ പുറത്താണെങ്കിലും ഉണ്ണിയപ്പം കിട്ടുന്ന അകത്തല്ലേ. അപ്പൊ ഞാൻ അകത്തേക്ക് കയറാൻ നേരത്തെ ആ ചേച്ചിനെ കണ്ടപ്പോ പറഞ്ഞു വിട്ട്. പിന്നെ ഇത് കണ്ടു, അവിടെ സ്റ്റേജും പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഉണ്ണിയപ്പം വാങ്ങാൻ പോയ സമയത്ത് ഉണ്ണി അവിടെ ഇതൊക്കെ വീഡിയോ എടുത്തോണ്ടൊക്കെയായിരുന്നു. ഇത് നമ്മുടെ പുറത്ത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, സൺസെറ്റ് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ ആ കുളത്തിന്റെ അവിടെ രാത്രി ഇറങ്ങിയപ്പോ കണ്ട ലൈറ്റിങ്സും ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നേ. അങ്ങനെ നമ്മള് എന്താ പറയാ, ഞാൻ ആദ്യമായിട്ട് ചെല്ലുകയാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം. ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് ചെല്ലുകയാണ്. ഈ വിഷുവിന്റെ സമയത്ത്, അതും ഉത്സവം നടക്കുന്ന സമയത്ത് ചെല്ലാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ അത്രയേ ഉള്ളൂ ഗൈസ്.